ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മപ്പാസാണ്. അതിനായി വേണ്ടുന്ന സാധനങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/2 കിലോ ചിക്കനാണ്. നമുക്കാദ്യം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. 1/4 ടീസ്പൂൺ ഗരം മസാല ഇടാം. ആവശ്യത്തിന് ഉപ്പിടാം. ഇത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിത് ഒരുപാട് സമയമൊന്നും വെച്ചേക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി ഗ്രേവി തയ്യാറാക്കുന്നത് വരെ വെച്ചിരുന്നാൽ മതി. ഞാനൊരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായിട്ടുണ്ട്. ഒരു 2 പീസ് പട്ട, 2 ഏലക്കായ, 2-3 പീസ് ഗ്രാമ്പു, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇനി നമുക്ക് അതൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു മീഡിയം സൈസ് 2 സവാള അരിഞ്ഞത് ഇടാം. നന്നായിട്ടൊന്ന് വഴറ്റാം. സവാള ഏതാണ്ട് വഴഞ്ഞ് ഏതാണ്ട് ഒന്ന് നന്നായിട്ട് പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. നമുക്കിനി കൂടുതൽ വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഇതിലോട്ട് ഇടാം. ഇനി ഒരു 3 പച്ചമുളകും 2ആയിട്ട് കീറിയിട്ടത് ഇടാം. ഇനി നമുക്ക് പൊടികളിടാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. സവാള എല്ലാ കൂട്ടുകളെല്ലാം നല്ലതായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ തക്കാളി ഇതിലോട്ടിട്ട് ഒരുപാട് വഴറ്റണ്ട, ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടാം. നേരത്തെ പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ഇടാം. ഇത് നമുക്കൊന്ന് അടച്ച് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഏതാണ്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കി തക്കാളിയൊക്കെ ഏതാണ്ടൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. നമ്മളെ ചിക്കൻ്റെ നിറമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഞാൻ ഇത് സെക്കൻഡ് പാലാണ് എടുത്തിരിക്കുന്നത്. ഏതാണ്ട് 1 തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് സെക്കൻഡ് പാലാണ്. ഇത് നമുക്കിതിലോട്ട് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് ഏതാണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. ഏതാണ്ട് ഒരു 1/2 മണിക്കൂർ നമുക്കൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. നമ്മളെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് പാലൊഴിക്കാം. ഫസ്റ്റ് പാലൊഴിച്ചതിന് ശേഷം നമുക്കൊരു ചെറുതായിട്ട് അരി ഒന്ന് തിളയ്ക്കുന്നത് വരെ മാത്രം വെച്ചിരുന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒന്നുകൂടി അടച്ച് ഒരു മിനിറ്റ് മതിയാവും. ഒന്ന് ചെറുതായിട്ട് അരികി തിളച്ച ഉടനെ നമുക്ക് ഓഫ് ചെയ്യാം. ഞാനൊന്ന് തുറന്ന് നോക്കി ചെറുതായിട്ട് അരികെ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്തിട്ട് ഒന്ന് താളിക്കുകയും കൂടി ചെയ്യാം. അതിനായി ഞാനൊരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. ഇനി ഒരല്പം എണ്ണ ഒഴിക്കാം. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഇതിന് ഒഴിക്കുന്നത്. കുറച്ച് ചെറിയ ഉള്ളി ഇടാം. ഒരു 2 തൊണ്ടൻ മുളകിടാം. അതായത് സാമ്പാർ മുളക്, തൊണ്ടൻ മുളകാണ് ഇട്ടേക്കുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി കുറച്ച് ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് നന്നായിട്ട് ബ്രൗൺ കളറായതിനു ശേഷം നമുക്ക് ആ കറിയിലോട്ട് ഇടാം. നമ്മൾ താളിപ്പ് കൂടി ഒഴിച്ചിട്ടുണ്ട്.
നമ്മൾ അടിപൊളി ചിക്കൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ നാടൻ കറി കൂട്ടാണ് ഇത് ഇരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇത് നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ദോശ, അപ്പം, പിന്നെ പത്തിരി, അതൊക്കെയാണ് ശരിക്കും കോമ്പിനേഷൻ. ഞാനിവിടെ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നമുക്കൊന്ന് സെർവ് ചെയ്യാം.